Hello friends, today we are going to discuss about the topic ability to pay principle and its subjective and objective approaches. In the previous classes, we have already discussed about the concept how to attain equity in taxation. അപ്പോൾ ടാക്സേഷനിൽ ഇക്വിറ്റി കൊണ്ടുവരാനുള്ള രണ്ട് പ്രിൻസിപ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. കോസ്റ്റ് സർവീസ് പ്രിൻസിപ്പിളും ബെനിഫിറ്റ് പ്രിൻസിപ്പിളും. കോസ്റ്റ് സർവീസ് പ്രിൻസിപ്പിളിൽ നമുക്ക് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന് വേണ്ടി വരുന്ന കോസ്റ്റിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ ടാക്സ് ആയിട്ട് പേ ചെയ്യണമെന്നാണ് പറയുന്നത്. അതുപോലെ ബെനിഫിറ്റ് പ്രിൻസിപ്പിളിൽ പറയുന്നത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള എമൗണ്ട് ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കണമെന്നാണ്. അപ്പോൾ എബിലിറ്റി ടു പേ പ്രിൻസിപ്പിളിൽ എന്താ പറയുന്നത് നോക്കാം. ദിസ് പ്രിൻസിപ്പിൾ ഈസ് വൈഡ്ലി അക്സെപ്റ്റഡ് ഫോർ സെക്യൂറിംഗ് ദ ജസ്റ്റിസ് ഓഫ് ടാക്സേഷൻ. And it implies that every individual should pay taxes according to his ability or facility to pay. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലും അയാളുടെ എബിലിറ്റിക്ക് അനുസരിച്ച് ടാക്സ് പേ ചെയ്യണമെന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. ഇത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അസംഷൻ എന്ന് പറയുന്നത്. Which means the ability to pay taxation is based on the broad assumption that those who possess income or wealth should contribute to the state in proportion to his ability to pay. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലും അയാളുടെ കയ്യിലുള്ള വെൽത്തിനും ഇൻകത്തിനും ഒക്കെ അനുസരിച്ച് അയാളുടെ എബിലിറ്റിക്ക് അനുസരിച്ച് സ്റ്റേറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ അസംഷൻ എന്ന് പറയുന്നത്. പ്രൊഫസർ വെർസ്റ്റൻ കോൾഡ് ഇറ്റ് ആസ് ആൻ ഐഡിയൽ എത്തിക്കൽ ബേസിസ് ഓഫ് ടാക്സേഷൻ. ടാക്സേഷൻ്റെ ഏറ്റവും നല്ല ബേസിസ് ആയിട്ടാണ് ഈ പ്രൊഫസർ വെർസ്റ്റൻ ഇതിനെ കണ്ടിട്ടുള്ളത്. ഈ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെനഫിറ്റ് പ്രിൻസിപ്പിളിൻ്റെ അത്ര തന്നെ ഓൾഡ് ആയിട്ടുള്ള ഒന്നാണ്. ജെ.എസ്. മില്ല്, റോസ്വെൽട്ട്, സിസ്മോണ്ട്, വാഗ്നർ തുടങ്ങിയിട്ടുള്ള കുറേ റൈറ്റേഴ്സൊക്കെ ഇതിനെ ഈ ഒരു പ്രിൻസിപ്പിളിനെ അമെൻഡ് ചെയ്യുകയും ദെയർ ഓൺ സ്റ്റൈലിൽ റീസ്റ്റേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ജെ.എസ്. മിൽ, ഈക്വാലിറ്റി ഇൻ ടാക്സേഷൻ മീൻസ് ഈക്വാലിറ്റി ഇൻ സാക്രിഫൈസ്. അപ്പോൾ ജെ.എസ്. മിൽ പറയുന്നത് ടാക്സേഷനിലുള്ള ഈക്വാലിറ്റി എന്ന് പറയുന്നത് സാക്രിഫൈസിലുള്ള ഈക്വാലിറ്റി ആണെന്നാണ്. അതായത് ഓരോ ഇൻഡിവിജ്വലും ടാക്സ് പേ ചെയ്യുമ്പം അവർക്കൊരു സാക്രിഫൈസ് ഉണ്ടാവുകയാണ്. അപ്പോൾ ആ സാക്രിഫൈസിൽ ഈക്വാലിറ്റി കൊണ്ടുവന്നാലേ നമുക്ക് ടാക്സേഷനിൽ ഈക്വാലിറ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ് ജെ.എസ്. മില്ല് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ജസ്റ്റിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ജസ്റ്റിഫിക്കേഷനാണ് ഇവിടെ പറയുന്നത്. ഈക്വൽ സാക്രിഫൈസ്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം ആൻഡ് interpretation of faculty. Equal sacrifice is the first and foremost justification of this principle, and it asks for equal amount from each taxpayer. അപ്പം ഓരോ ടാക്സ് പേയേഴ്സിൻ്റെ അടുത്തുനിന്നും ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ആണ് ഈ ഒരു ഈക്വൽ സാക്രിഫൈസിലൂടെ പറയുന്നത്. അതായത് എല്ലാ ടാക്സ് പേയേഴ്സും ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ടാക്സ് ആയിട്ട് പേ ചെയ്യുമ്പോൾ എല്ലാവർക്കും എന്താണ് ഒരു സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള സാക്രിഫൈസ് ആയിരിക്കും ടാക്സ് പേ ചെയ്യുന്നതിലൂടെ ഉണ്ടാവുക. രണ്ടാമത്തെ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം. ഇത് നമുക്ക് അറിയുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് നമ്മുടെ ഇൻകത്തിൽ ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഡിക്ലൈൻ ചെയ്ത് വരുന്നുള്ളത്. ഇറ്റ് ഇംപ്ലൈസസ് ദാറ്റ് to make the tax burden equitable, the rich person should be taxed heavily in comparison to the poor people. അപ്പോൾ poor പീപ്പിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിച്ച് പേഴ്സൺസ് കൂടുതൽ ടാക്സ് പേ ചെയ്യണം, എന്നാലേ ടാക്സേഷൻ ഇക്വിറ്റബിൾ ആവുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫാക്കൽറ്റി. It implies the capacity of an individual to produce and consume. This is represented by the income and accumulated wealth of the individual. ഇപ്പോൾ ഫാക്കൽറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യാനും കൺസ്യൂം ചെയ്യാനുള്ള എബിലിറ്റി ആണ് ഫാക്കൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഇൻകത്തിനെയും വെൽത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. After meeting a certain basic need, the individual is left with a certain resources, which reflects a high degree of tax-paying capacity. According to Professor Hobson, it can be called economic surplus. അപ്പോൾ അതായത് നമ്മുടെ ബേസിക് നീഡൊക്കെ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ഇൻകം ബാലൻസ് ഉണ്ടാവും. ആ ഒരു ഇൻകത്തിൻ്റെ മേലാണ് നമ്മളെപ്പോഴും ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ബാലൻസ് വരുന്ന ഇൻകത്തിനെ പ്രൊഫസർ ഹബ്സൺ വിളിച്ചിട്ടുള്ളത് ഇക്കണോമിക് സർപ്ലസ് എന്നാണ്. According to him, economic surplus is the part of the income which can be bear the tax burden.
അപ്പോൾ ടാക്സ് ബേർഡൻ ബിയർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഇൻകത്തിലെ ഒരു പാർട്ടിനെയാണ് എക്കണോമിക് സർപ്ലസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡെക്സ് ഓഫ് എബിലിറ്റി ടു പേ ആണ്. ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടിയാണ്. എമംഗ് ദ ഏർലിയർ ഇക്കണോമിസ്റ്റ്, പ്രോപ്പർട്ടി വാസ് കൺസിഡേർഡ് ആസ് ദ ബെസ്റ്റ് ഇൻഡെക്സ് ഓഫ് എബിലിറ്റി ടു പേ. ദ വെൽബീയിങ് ഓഫ് എ ഫാമിലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോപ്പർട്ടി പോസസ്ഡ് ബൈ ഇറ്റ്. അപ്പോൾ ആദ്യത്തെ കാലത്തെ എക്കണോമിസ്റ്റുകളൊക്കെ ഏറ്റവും നല്ല ഇൻഡെക്സ് ആയിട്ട് കണ്ടിരുന്നത് പ്രോപ്പർട്ടീനെയാണ്. ഒരു ഫാമിലീൻ്റെ വെൽബീയിങ് എന്ന് പറയുന്നത് അവരുടെ കൈവശമുള്ള പ്രോപ്പർട്ടീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ഒരു റിയൽ സെൻസിൽ നോക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എബിലിറ്റി മെഷർ ചെയ്യാനുള്ള ഒരു ഇൻഡെക്സ് എന്നതിലുപരി അത് മെഷർ ചെയ്യാനുള്ള ഒരു സപ്ലിമെൻ്ററി ഇൻഡെക്സ് ആയിട്ടാണ് കാണുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർട്ടി നമുക്ക് ഇൻകം പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ എല്ലാ പ്രോപ്പർട്ടിയും നമുക്ക് ഇൻകം പ്രൊവൈഡ് ചെയ്തുകൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം എപ്പോഴും കണ്ടിന്യൂസ് ആവണമെന്നില്ല. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്ലേസിലേക്ക് മാറും തോറും, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് പോകും തോറും ഈ ഇൻകത്തിൽ ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു സപ്ലിമെൻ്ററി ഇൻഡെക്സ് ആയിട്ടാണ് കാണുന്നത്. ഇനി നെക്സ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇൻകം ആണ്. വേൾഡ് എക്കോണമിയിൽ ഉണ്ടായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് നമ്മൾ പ്രോപ്പർട്ടിയിൽ നിന്നും ഇൻഡെക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. Gross income is regarded as unsuitable for the purpose of taxation, but the net income is the best instrument in calculating the tax paying ability. അപ്പോൾ ടാക്സ് പേയിങ് എബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നെറ്റ് ഇൻകം ആണ്. ഗ്രോസ് ഇൻകം ഇതിന് സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. ദെൻ റിയൽ സബ്സിസ്റ്റൻസ് ഇൻകം ഷുഡ് ബി എക്സംപ്റ്റഡ്. അതായത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻകം ഉണ്ടാവുമല്ലോ, ആ ഇൻകം ടാക്സിൽ നിന്നും ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. വിൻഫാൾ ഇൻകം ഷുഡ് ഓൾസോ ബി ടാക്സ്ഡ്. അതായത് നമ്മുടെ ഇൻകത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും ഇൻക്രീസ് ഉണ്ടാവാണ്, എക്സാമ്പിൾ ലോട്ടറി ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടി വരും. തേർഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ ഫാമിലിയാണ്. Size of a family is also a major factor affecting the ability of a taxpayer to pay tax. A large size of the family with a fixed income may have smaller tax-paying ability in comparison to a small size of family having same income. അപ്പോൾ നമ്മുടെ ടാക്സ് പേയിങ് എബിലിറ്റി മെഷർ ചെയ്യാനുള്ള അടുത്തൊരു പ്രധാനപ്പെട്ട ഇൻഡെക്സാണ് സൈസ് ഓഫ് ദ ഫാമിലി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ രണ്ട് ഫാമിലീനെ കമ്പയർ ചെയ്യാമെന്ന് വിചാരിക്കാം. ലാർജ് സൈസ്ഡ് ഫാമിലിയും സ്മോൾ സൈസ്ഡ് ഫാമിലിയും, ഇവരുടെ ഇൻകം സെയിം ആണ്. അപ്പോൾ ഇൻകം സെയിം ആണെങ്കിൽ കൂടിയും ഇവരുടെ ടാക്സ് പേയിങ് എബിലിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കില്ല. ലാർജ് സൈസ്ഡ് ഫാമിലിക്ക് ടാക്സ് പേയിങ് കപ്പാസിറ്റി മറ്റൊരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. പിന്നെ പറയുന്നത് ഇറ്റ് കനോട്ട് ബി ടേക്കൺ ആസ് എ പ്രൈമറി മെഷർ. അതുകൊണ്ട് തന്നെ ഈ സൈസ് ഓഫ് ദ ഫാമിലി എന്നുള്ളത് ഒരാളുടെ ടാക്സ് പേയിങ് എബിലിറ്റി മെഷർ ചെയ്യാനുള്ള പ്രൈമറി ഇൻഡെക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് കൺസംഷൻ ആണ്. എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ഓൺ കൺസംഷൻ ബൈ എ പേഴ്സൺ ഈസ് ഓൾസോ ആൻ ഇൻഡെക്സ് ഓഫ് ഹിസ് എബിലിറ്റി ടു പേ ടാക്സസ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ കൺസംഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന മണിയും അയാളുടെ ടാക്സ് പേയിങ് എബിലിറ്റി മെഷർ ചെയ്യാനുള്ള ഒരു ഇൻഡെക്സ് ആണെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ വെൽത്തോ ഒക്കെയാണ് ഒരു ടാക്സേഷൻ ഫിക്സ് ചെയ്യാനുള്ള ബേസിസ് ആയിട്ട് എടുക്കുന്നത് എങ്കിൽ ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് പ്രോപ്പർട്ടിയും വെൽത്തൊക്കെ കുറച്ച് കാണിച്ചു കൊടുക്കാം, പക്ഷേ അതിന് പകരം നമ്മൾ കൺസംഷനാണ് എടുക്കുന്നതെങ്കിൽ അതൊരിക്കലും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അക്കോർഡിംഗ് ടു കൽഡോർ, കൺസംഷൻ റാദർ ദാൻ ഇൻകം ഷുഡ് ബി ദ ബേസിസ് ഓഫ് ടാക്സേഷൻ. അതുതന്നെയാണ് കൽഡോറും പറയുന്നത്, ഇൻകത്തിനെക്കാട്ടും നല്ലത് നമ്മൾ കൺസംഷൻ ആയിരിക്കണം ടാക്സേഷൻ്റെ ബേസിസ് ആയിട്ട് എടുക്കേണ്ടതെന്നാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മേജർ കൺസെപ്റ്റാണ്, സബ്ജക്റ്റീവ് അപ്രോച്ച് ഓഫ് എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ. The subjective approach is based on the psychological reaction of a taxpayer to the imposition of tax burden. Each taxpayer should make equal sacrifice if tax burden is to be distributed equally. അപ്പോൾ സബ്ജക്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ മേലിൽ ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ റിയാക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ സബ്ജക്റ്റീവ് അപ്രോച്ച് വന്നിട്ടുള്ളത്. എല്ലാ ടാക്സ് പേയേഴ്സിനും ടാക്സ് ബേർഡൻ ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ അവർക്കുണ്ടാകുന്ന സാക്രിഫൈസും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ജെസ്മിൽ, എവറി ടാക്സ് പേയർ ഷുഡ് ഷെയർ ദ ബേർഡൻ ഓഫ് ടാക്സ് ഇൻ ഈക്വൽ പ്രപ്പോർഷൻ.
അപ്പോൾ JS Mill പറയുന്ന എല്ലാ ടാക്സ് പേയേഴ്സും അവരുടെ ടാക്സ് ബർഡൻ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണമെന്നാണ്. He suggested that persons belonging to similar income group should be regarded equally to horizontal equity, and person with a dissimilar income should be treated dissimilarly to achieve vertical equity. അപ്പോൾ അദ്ദേഹം പറയുന്നത് സിമിലറായിട്ട് ഇൻകം ഉള്ള ഗ്രൂപ്പിലെ എല്ലാവരെയും സിമിലറായിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് ഹൊറിസോണ്ടൽ ഇക്വിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഡിസിമിലർ ആയിട്ടുള്ള ഇൻകം ഉള്ള ഗ്രൂപ്പ്സിനെയൊക്കെ നമ്മൾ ഡിസിമിലർ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേർട്ടിക്കൽ ഇക്വിറ്റിയും അറ്റൈൻ ചെയ്യാൻ പറ്റും. ഈ സബ്ജക്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ സാക്രിഫൈസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ടാക്സ് പേയേഴ്സിൻ്റെ. അപ്പോൾ ഈ ഈക്വൽ സാക്രിഫൈസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് 3 ഇൻ്റർപ്രിട്ടേഷനാണ് ഉള്ളത്. ഈക്വൽ അബ്സല്യൂട്ട് സാക്രിഫൈസ്, ഈക്വൽ പ്രപ്പോർഷണൽ സാക്രിഫൈസ് ആൻഡ് ഈക്വൽ മാർജിനൽ സാക്രിഫൈസ്. ഇനി ഇവ 3 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റത്തെ ഈക്വൽ അബ്സല്യൂട്ട് സാക്രിഫൈസ്. It implies that total loss of utility or sacrifice should be equal for all the taxpayers belonging to different income groups. It means that the person belonging to rich community should pay higher taxes in comparison to the poor people having less income. അപ്പോൾ ഈക്വൽ അബ്സല്യൂട്ട് സാക്രിഫൈസ് പറയുന്നത് എല്ലാ ടാക്സ് പേയേഴ്സിനും ഉണ്ടാകുന്ന ടോട്ടൽ ലോസ് ഓഫ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ സാക്രിഫൈസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വൽ ആയിരിക്കണം എന്നാണ്, അവർ ഡിഫറെൻറ്റ് ഇൻകം ഗ്രൂപ്പ്സിൽ ഉള്ളവരാണെങ്കിൽ കൂടി. അപ്പോൾ റിച്ച് പേഴ്സൺസ് എന്താണ് പെർ പേഴ്സണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നു. ആദ്യമൊക്കെ ഇതിന് നല്ലൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇത് റിഗ്രസീവ് ടാക്സേഷനിലേക്കാണ് ലീഡ് ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് കുറേ ഇക്കണോമിസ്റ്റുകൾ ഈ ഒരു ഈക്വൽ അബ്സല്യൂട്ട് സാക്രിഫൈസിനെ റിജക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇൻഫാക്ട് റേറ്റ് ഓഫ് ടാക്സേഷൻ വിൽ ബി ഡിപ്പെൻഡ്സ് upon the rate at which the marginal utility of money declines with the increase in income. അപ്പോൾ ഇൻകത്തിലുണ്ടാകുന്ന ഇൻക്രീസിനനുസരിച്ച് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഡിക്ലൈൻ ചെയ്തു വരും. ഈ റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ടാക്സേഷൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. വെദർ ദ ടാക്സ് ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി പ്രോഗ്രസീവ്, പ്രൊപ്പോർഷണൽ ആൻഡ് റിഗ്രസീവ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇലാസ്റ്റിസിറ്റി ഓഫ് മാർജിനൽ ഇൻകം ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഓർ ലെസ് ദാൻ യൂട്ടിലിറ്റി. അപ്പോൾ ഈ ഒരു റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ടാക്സേഷൻ റേറ്റ് എന്ന് പറയുന്നത് പ്രോഗ്രസീവോ റിഗ്രസീവോ അല്ലെങ്കിൽ പ്രൊപ്പോർഷണലോ ആവാം. ഇലാസ്റ്റിസിറ്റി ഓഫ് മാർജിനൽ ഇൻകം ഗ്രേറ്റർ ദാൻ യൂട്ടിലിറ്റി ആണെങ്കിൽ അവിടെ ഒരു പ്രോഗ്രസീവ് ടാക്സേഷൻ ആയിരിക്കും ഉണ്ടാകുക. അതുപോലെ അത് ഈക്വൽ ടു യൂട്ടിലിറ്റി ആണെങ്കിൽ പ്രൊപ്പോർഷണൽ ടാക്സേഷൻ ഇമ്പോസ് ചെയ്യും. ഇനിയിപ്പോൾ ലെസ് ദാൻ യൂട്ടിലിറ്റി ആണെങ്കിൽ അവിടെ ഒരു റിഗ്രസീവ് ടാക്സേഷനാണ് ഉണ്ടാവുക. At the same time, it must be noted that it is difficult to measure exactly the rate of decline in the utility of money as the income increases. അപ്പോൾ തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകത്തിലുണ്ടാകുന്ന ഇൻക്രീസിനനുസരിച്ച് നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഡിക്ലൈൻ ചെയ്യും. പക്ഷേ ആ ഒരു യൂട്ടിലിറ്റി നമുക്ക് എക്സാക്ട്ലി മെഷർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. So, the absolute amount of utility loss as a result of tax payment has to be equal to everybody. അപ്പോൾ ടാക്സ് പേ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ടോട്ടൽ യൂട്ടിലിറ്റി ലോസ് എല്ലാവർക്കും ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. വാട്ട് ഇറ്റ് മീൻസ് ദാറ്റ് the difference between the utility of income before the tax and the utility of income after the tax must be same for every taxpayers. അപ്പോൾ ടാക്സ് പേ ചെയ്തതിന് ശേഷമുള്ള യൂട്ടിലിറ്റി ഓഫ് ഇൻകവും അതിന് മുമ്പുള്ള യൂട്ടിലിറ്റി ഓഫ് ഇൻകവും എല്ലാ ഇൻഡിവിജ്വൽസിനും ഈക്വൽ ആയിരിക്കണം എന്നാണ് ഈ ഈക്വൽ അബ്സല്യൂട്ട് സാക്രിഫൈസിൽ പറയുന്നത്. അപ്പോൾ നമുക്കത് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. യു ഓഫ് വൈ മൈനസ് യു ഓഫ് വൈ മൈനസ് ടി ഓഫ് ആർ ഈക്വൽ ടു യു ഓഫ് വൈ മൈനസ് യു ഓഫ് വൈ മൈനസ് ടി ഓഫ് പി. അതായത് യു ഓഫ് ടി എന്ന് പറയുന്നത് യു ഓഫ് വൈ എന്ന് പറയുന്നത് ഇവിടെ ബിഫോർ ടാക്സേഷൻ്റെ ഇൻകവും യു ഓഫ് വൈ മൈനസ് ടി എന്ന് പറയുന്നത് ടാക്സ് പേ ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ യൂട്ടിലിറ്റിയാണ്. ആറ് പി എന്ന് പറയുന്നത് 2 ഇൻഡിവിജ്വൽസ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടാക്സ് പേ ചെയ്യുന്നതിൻ്റെ മുമ്പുള്ള ഇൻകത്ത് കിട്ടുന്ന യൂട്ടിലിറ്റിയും ടാക്സ് പേ ചെയ്തതിന് ശേഷം കിട്ടുന്ന ഇൻകത്ത് നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ഈ 2 ഇൻഡിവിജ്വൽസിനും ഈക്വൽ ആയിരിക്കണം എന്നാണ് ഈക്വൽ അബ്സല്യൂട്ട് സാക്രിഫൈസിൽ പറയുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത്
equal proportional sacrifice. The principle of equal proportional sacrifice implies is that loss of utility as a result of tax should be proportional to the total income to taxpayers. അപ്പോൾ ടാക്സ് പേ ചെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്കുണ്ടാകുന്ന ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന ലോസ് എല്ലാ ടാക്സ് പേയേഴ്സിൻ്റെയും ടോട്ടൽ ഇൻകത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കണം എന്നാണ് ഈക്വൽ പ്രൊപ്പോർഷണൽ സാക്രിഫൈസ് പറയുന്നത്. Here, the taxpayers with a higher income group will pay more than those who have lower income. But the ratio of the sacrifice to the income will be same for all group of income. അതായത് ഇവിടെ റിച്ച് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ സ്മോളർ ഇൻകം ഗ്രൂപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ടി വരും. പക്ഷേ അവരുടെ സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത് എല്ലാ ഇൻകം ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. മാത്തമാറ്റിക്കൽ ടേംസിൽ നമുക്ക് ഇങ്ങനെ പറയാം, റേറ്റ് ഓഫ് ടാക്സ് ഈക്വൽ ടു സാക്രിഫൈസ് ഓഫ് ടാക്സ് പേയർ എക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഓഫ് എക്സ് ഈക്വൽ ടു സാക്രിഫൈസ് ഓഫ് ടാക്സ് പേയർ വൈ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഓഫ് വൈ. ഇപ്പോൾ രണ്ട് ഇൻഡിവിജ്വൽസ് ആണുള്ളത്, എക്സും വൈയും. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും സാക്രിഫൈസ് റേഷ്യോ ഈക്വൽ ആകുന്ന കണ്ടീഷനിലാണ് നമ്മൾ റേറ്റ് ഓഫ് ടാക്സ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡയഗ്രത്തിൻ്റെ ഹെൽപ്പോടെ നമുക്കിത് എങ്ങനെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഡയഗ്രത്തിൽ എക്സ് ആക്സിസ് ഷോ ചെയ്യുന്നത് ഇൻകവും വൈ ആക്സിസിൽ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം ആണുള്ളത്. രണ്ട് കർവാണ് ഇവിടെ ഉള്ളത്, എ ബിയും സി ഡിയും. എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി കർവും, സി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈൻ ഓഫ് പ്രപ്പോർഷനുമാണ്. ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റിൽ എ ബിയും സി ഡിയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ, അതായത് ലൈൻ ഓഫ് പ്രപ്പോർഷനും മാർജിനൽ യൂട്ടിലിറ്റി കർവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനിൽ പ്രൊപ്പോർഷണൽ ടാക്സ് ആയിരിക്കും ഫിക്സ് ചെയ്യുക. അതുപോലെ പി എന്ന് പറയുന്ന പോയിന്റിൻ്റെ റൈറ്റ് സൈഡിൽ എ ബി കർവ് ഫോൾ മോർ റാപ്പിഡ്ലി ദാൻ സി ഡി ആണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രോഗ്രസീവ് ടാക്സേഷൻ ആയിരിക്കും ഉണ്ടാവുക. ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ എ ബി കർവ് ഫോൾസ് ലെസ് റാപ്പിഡ്ലി ദാൻ സി ഡി. ദെൻ അവിടെ നമുക്ക് ഒരു റിഗ്രസീവ് ടാക്സേഷനാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ സഹായത്തോടെ നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മുടെ ദ റേറ്റ് ഓഫ് ടാക്സ് ഡു നോട്ട് ഹാവ് ടു ബി പ്രോഗ്രസീവ് സിംപ്ലി ബിക്കോസ് ഇൻകം ഈസ് സബ്ജക്റ്റഡ് ടു ഫാളിങ് മാർജിനൽ യൂട്ടിലിറ്റി. അതായത് ഇൻകം കൂടുന്നതിനനുസരിച്ച് മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് മാത്രം റേറ്റ് ഓഫ് ടാക്സേഷൻ പ്രോഗ്രസീവ് ആവണമെന്നില്ല. ആ റേറ്റിലുണ്ടാകുന്ന ഡിഫറൻസിനനുസരിച്ച് നമ്മുടെ റേറ്റ് ഓഫ് ടാക്സേഷൻ റിഗ്രസീവോ പ്രൊപ്പോർഷണലോ ഒക്കെ ആവാം എന്നാണ് ഈ ഒരു ഗ്രാഫിലൂടെ പറയുന്നത്. ഇനി മൂന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ മാർജിനൽ സാക്രിഫൈസ് ആണ്. ദിസ് പ്രിൻസിപ്പിൾ ഈസ് ഓൾസോ കോൾഡ് ആസ് ലീസ്റ്റ് അഗ്രിഗേറ്റ് സാക്രിഫൈസ് പ്രിൻസിപ്പിൾ. In this principle, the total sacrifice made by all the taxpayers should be lowest. അപ്പോൾ ഇത് ലീസ്റ്റ് അഗ്രിഗേറ്റ് പ്രിൻസിപ്പിൾ കൂടി അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് എല്ലാ ടാക്സ് പേയേഴ്സിൻ്റെയും ടോട്ടൽ സാക്രിഫൈസ് എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ആയിരിക്കണം എന്നാണ്. അക്കോർഡിംഗ് ടു പിഗോ ആൻഡ് മസ്ഗ്രേവ്, ഇറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ടാക്സേഷൻ. ടാക്സേഷൻ്റെ അൾട്ടിമേറ്റ് പ്രിൻസിപ്പിളാണ് ഈ ഈക്വൽ മാർജിനൽ സാക്രിഫൈസ് എന്നാണ് പിഗുവും മസ്ഗ്രേവും പറയുന്നത്. ആൻഡ് ദിസ് പ്രിൻസിപ്പിൾ ലീഡ്സ് ടു എ പ്രോഗ്രസീവ് ടാക്സേഷൻ. ഇങ്ങനെയുള്ളൊരു പ്രിൻസിപ്പിൾ പ്രോഗ്രസീവ് ടാക്സേഷനിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. It regards that this principle regards that the marginal sacrifice and not the total sacrifice for the different taxpayers should be the same, and the aggregate sacrifice for the community as a whole will be the least. അതായത് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ടോട്ടൽ സാക്രിഫൈസ് അല്ല, അവരുടെ മാർജിനൽ സാക്രിഫൈസ് ആണ് സെയിം ആയിരിക്കേണ്ടത്. അതിലൂടെ നമുക്ക് ടോട്ടൽ കമ്മ്യൂണിറ്റീൻ്റെ സാക്രിഫൈസ് ഏറ്റവും ലോവസ്റ്റ് ആക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്കിതൊരു മാത്തമാറ്റിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ എം യു ഓഫ് വൈ മൈനസ് ടി ഓഫ് ആർ ഈക്വൽ ടു എം യു ഓഫ് വൈ മൈനസ് ടി ഓഫ് പി. അത് ആറും പി എന്ന് പറയുന്നത് രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. എം യു എന്ന് പറഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റിയും വൈ മൈനസ് ടി എന്ന് പറയുന്നത് ഇൻകം ആഫ്റ്റർ ടാക്സും ആണ്. അപ്പം ഫസ്റ്റത്തെ ഇൻഡിവിജ്വലിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി, ഇൻകം പേ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മാർജിനൽ യൂട്ടിലിറ്റിയും സെക്കൻഡത്തെ ഇൻഡിവിജ്വലിൻ്റെ
ഇൻകം പേ ചെയ്തിട്ടുള്ള മാർജിനൽ യൂട്ടിലിറ്റിയും ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഡെൽറ്റ യു ഓഫ് വൈ മൈനസ് ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഓഫ് വൈ മൈനസ് ടി ഓഫ് ആർ ഈക്വൽ ടു ഡെൽറ്റ യു ഓഫ് വൈ മൈനസ് ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ മൈനസ് ടി ഓഫ് പി. അതായത് എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും മാർജിനൽ സാക്രിഫൈസ് ഈക്വൽ ആയിരിക്കണമെന്നാണ് ഈക്വൽ മാർജിനൽ സാക്രിഫൈസ് പറയുന്നത്. ഈ ഒരു ടേബിളിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സാക്രിഫൈസിൻ്റെ 3 കോൺസെപ്റ്റിനെയാണ് കാണിക്കുന്നത്. ഫസ്റ്റത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ അബ്സല്യൂട്ട് സാക്രിഫൈസ് ആയിരുന്നു. അതിൽ പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽസും ഡിഫറെൻറ്റ് ഇൻകം ഗ്രൂപ്പ്സിലുള്ളവരാണെങ്കിൽ കൂടി അവരുടെ ടോട്ടൽ ലോസ് ഓഫ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ലോസ് ഓഫ് സാക്രിഫൈസ് എന്ന് പറയുന്നത് എല്ലാ ഇൻഡിവിജ്വൽസിനും ഈക്വൽ ആയിരിക്കണം എന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ടാക്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലെസ് പ്രോഗ്രസീവ് ആയിരിക്കും. അതായത് ലോവർ ഇൻകം ഗ്രൂപ്പായിരിക്കും കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ടി വരിക. ഹയർ ഇൻകം ഗ്രൂപ്പിന് ടാക്സിൻ്റെ ബേർഡൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. സെക്കൻഡത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ പ്രപ്പോർഷണൽ സാക്രിഫൈസ് ആയിരുന്നു. അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് പേ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് ആ ഒരു ടാക്സ് പേയേഴ്സിൻ്റെ ടോട്ടൽ ഇൻകത്തിന് പ്രപ്പോർഷണൽ ആയിരിക്കണം എന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ടാക്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ അബ്സല്യൂട്ട് സാക്രിഫൈസിലുള്ളതിനേക്കാൾ കൂടുതൽ അതിനെക്കാട്ടും കുറച്ചും കൂടി പ്രോഗ്രസീവ് ആയിരിക്കും. അതായത് ലോ ഇൻകം ഗ്രൂപ്പിന് ടാക്സ് ബേർഡൻ കുറവും ഹൈ ഇൻകം ഗ്രൂപ്പിനായിരിക്കും ടാക്സ് ബേർഡൻ കൂടുതലെന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കൺസെപ്റ്റ് ഈക്വൽ മാർജിനൽ സാക്രിഫൈസ്. അതിൽ പറയുന്നത് എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും മാർജിനൽ സാക്രിഫൈസ് ഈക്വൽ ആയിരിക്കണം. അതിലൂടെ നമുക്ക് കമ്മ്യൂണിറ്റീൻ്റെ ഫുള്ളായിട്ടുള്ള ടോട്ടൽ സാക്രിഫൈസ് എപ്പോഴും ലോവസ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷനിൽ ടാക്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹൈലി പ്രോഗ്രസീവ് ആയിരിക്കും. അതായത് ലോവർ ഇൻകം ഗ്രൂപ്പിന് കുറച്ച് ടാക്സ് ബേർഡനും ഹയർ ഇൻകം ഗ്രൂപ്പിന് ടാക്സ് ബേർഡൻ കൂടുതലും ആയിരിക്കും. ഇനി നമ്മൾ ഈ സബ്ജക്റ്റീവ് അപ്രോച്ചിൻ്റെ ലിമിറ്റേഷൻസ് ആണ് എന്തൊക്കെയാണ് നോക്കുന്നത്. ഫസ്റ്റത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ബ്രിങ് ആൻ ഇക്വിറ്റി ഇൻ മാർജിനൽ സാക്രിഫൈസ് ഓഫ് ഓൾ ദ ഇൻഡിവിജ്വൽസ് ആസ് ദ ഡിഫറെൻറ്റ് പീപ്പിൾ വിത്ത് സിമിലർ ഇൻകം. അതായത് എല്ലാവർക്കും സിമിലർ ഇൻകം ആണെങ്കിലും ആൾക്കാരെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ ടേസ്റ്റും അവരുടെ ടാക്സ് പേ ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡും എന്നൊക്കെ പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിൽ നമ്മൾ മാർജിനൽ സാക്രിഫൈസിൽ ഈക്വാലിറ്റി കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്സാണ്. ഇനി സെക്കൻഡ് ലിമിറ്റേഷൻ, സാക്രിഫൈസ് ബീയിങ് എ സബ്ജക്റ്റീവ് ഫിനോമിന cannot be measured exactly by the ടാക്സ് അസസിങ് അതോറിറ്റി. പിന്നെ സാക്രിഫൈസ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവായിട്ടുള്ള ഫിനോമിനയാണ്. അതുകൊണ്ട് തന്നെ ടാക്സ് അസസ് ചെയ്യുന്ന അതോറിറ്റിക്ക് അത് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെഷർ ദ declining rate of marginal utility with increase in income. It does lead to only arbitrary fixation of marginal sacrifice. ഇൻകം കുറയുന്നതിനനുസരിച്ച് നമുക്ക് യൂട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന ഡിക്ലൈൻ എന്ന് പറയുന്നത് നമുക്ക് എക്സാക്റ്റ് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർജിനൽ സാക്രിഫൈസ് നമ്മളിവിടെ ആർബിട്രറി ആയിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. And then subjective approach is only an ideal approach which ignores the realities of practical life. അപ്പോൾ ഈ ഒരു അപ്രോച്ച് പ്രാക്ടിക്കൽ ലൈഫിൻ്റെ റിയാലിറ്റീസൊക്കെ ഇഗ്നോർ ചെയ്യുന്നതാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ, സബ്ജക്റ്റീവ് അപ്രോച്ച് ഈസ് നോട്ട് സയൻറ്റിഫിക്കലി ട്രൂ. therefore it is not possible to base a good tax structure on it. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ടാക്സേഷനുള്ള ഒരു നല്ല ബേസിസ് ആയിട്ട് ഇത് പറയാൻ പറ്റില്ല എന്നാണ് ലിമിറ്റേഷൻസിൽ പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് അപ്രോച്ച് ഓഫ് എബിലിറ്റി ടു പേ ആണ്. കീപ്പിംഗ് ഇൻ വ്യൂ ദ പ്രാക്ടിക്കൽ drawbacks of the sacrifice approach, some economists, especially Americans, have suggested an alternative approach named as an objective approach to measure the ability to pay of taxpayers. അപ്പോൾ സബ്ജക്റ്റീവ് അപ്രോച്ചസിൻ്റെ ഡ്രോബാക്സ് ഒക്കെ കാരണം കുറച്ച് എക്കണോമിസ്റ്റുകൾ അതിന് അൾട്ടർനേറ്റീവായിട്ട് ഒരു
അപ്രോച്ച് കൊണ്ടുവന്നു. അതാണ് ഈ ഒബ്ജക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. പ്രൊഫസർ സെലിഗ്മാൻ യൂസ്ഡ് ദ ടേം ഫാക്കൽറ്റി ടു ഇൻഡിക്കേറ്റ് എബിലിറ്റി ഇൻ ദ ഒബ്ജക്റ്റീവ് സെൻസ്. Therefore, this theory is popularly known as faculty theory of ability to pay. അപ്പം ഒരാളുടെ പേ ചെയ്യാനുള്ള എബിലിറ്റീനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫസർ സെലിഗ്മാൻ ഫാക്കൽറ്റി എന്നുള്ള ടേമാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒബ്ജക്റ്റീവ് അപ്രോച്ച് പോപ്പുലറായിട്ട് അറിയപ്പെടുന്നത് ഫാക്കൽറ്റി തിയറി ഓഫ് എബിലിറ്റി ടു പേ എന്നാണ്. പിന്നീട് കുറേ എക്കണോമിസ്റ്റുകളൊക്കെ ഇതിൻ്റെ കോൺസെപ്റ്റിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ജർമ്മൻ റിഫോമർ അഡോൾഫ് വാഗ്നർ ഹാസ് മെയ്ഡ് എ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്യൂർലി ഫിസിക്കൽ ആൻഡ് സോഷ്യൽ വെൽഫെയർ പ്രിൻസിപ്പിൾ ഓഫ് ടാക്സേഷൻ. അപ്പം വാഗ്നർ പ്യൂർലി ഫിസിക്കൽ ടാക്സേഷനും സോഷ്യൽ വെൽഫെയർ പ്രിൻസിപ്പിൾ ഓഫ് ടാക്സേഷനും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ദ പ്യൂർലി ഫിസിക്കൽ പ്രിൻസിപ്പിൾ അസ്യൂംഡ് ദ പ്രിവെയിലിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആസ് ദ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഹീ കോൾഡ് ഫോർ പ്രൊപ്പോർഷണൽ ടാക്സേഷൻ. അപ്പോൾ പ്യൂർലി ഫിസിക്കൽ പ്രിൻസിപ്പിൾ പറയുന്നത് അവർ അസ്യൂം ചെയ്യുന്നത് ഇപ്പോൾ പ്രിവെയിലിംഗ് ആയിട്ടുള്ള ഇൻകം ഡിസ്ട്രിബ്യൂഷനാണ് കറക്റ്റ് എന്നും അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രപ്പോർഷണൽ ടാക്സ് ആണ് വേണ്ടതെന്നാണ്. Similarly, social welfare principle is based on the assumption that the state should correct the distribution of income as determined by various market forces and by distribution of inheritance law. അപ്പോൾ പാരമ്പര്യമായി കിട്ടിയതും മാർക്കറ്റ് ഫോഴ്സ് ഡിറ്റർമൈൻ ചെയ്തതുമായിട്ടുള്ള ഇപ്പോൾ കറൻ്റ് ആയിട്ടുള്ള ഇൻകം ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേറ്റ് കറക്റ്റ് ചെയ്യണം. അതായത് ഇപ്പം നിലവിലുള്ളത് ശരിയായിട്ടുള്ള ഇൻകം ഡിസ്ട്രിബ്യൂഷൻ അല്ല, അത് സ്റ്റേറ്റ് കറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് സോഷ്യൽ വെൽഫെയർ പ്രിൻസിപ്പിൾ അസ്യൂം ചെയ്യുന്നത്. ഈ സബ്ജക്റ്റീവ് അപ്രോച്ചസിന് കോൺട്രറി ആയിട്ട് സെലിഗ്മാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ടാക്സ് പേയറിൻ്റെ ടാക്സ് പേയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ എബിലിറ്റി മെഷർ ചെയ്യുന്നുണ്ട് അവരുടെ ഫീലിങ്സോ സഫറിങ്സോ വെച്ചല്ല, മറിച്ച് അയാളുടെ മണി വാല്യൂ ബേസ് ചെയ്തായിരിക്കണം ഒരാളുടെ ടാക്സബിൾ കപ്പാസിറ്റി മെഷർ ചെയ്യുന്നതെന്നാണ്. Thus, it is not based on the psychological feelings of a taxpayer but on taxable capacity measured in terms of income, accumulated wealth and property. അപ്പോൾ ഒരാളുടെ പ്രോപ്പർട്ടിയും വെൽത്തും ഇൻകത്തിനെയൊക്കെ ബേസ് ചെയ്തിരിക്കണം ഒരാളുടെ ടാക്സ് പേയിങ് കപ്പാസിറ്റി എത്രയാണെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യേണ്ടത്, അല്ലാതെ അവരുടെ സൈക്കോളജിക്കൽ ഫീലിങ്സ് വെച്ചിട്ടായിരിക്കരുതെന്നാണ് സെലിഗ്മാൻ പറയുന്നത്. So, the greater the capacity, the greater is the ability of the taxpayer to pay taxes. അപ്പോൾ ഒരാളുടെ കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ അയാൾക്ക് ടാക്സ് പേ ചെയ്യാനുള്ള എബിലിറ്റിയും കൂടുതലായിരിക്കും. എന്തായാലും ഈ ഒരു ഒബ്ജക്റ്റീവ് അപ്രോച്ചസിനും കുറച്ച് ക്രിറ്റിസിസംസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടാക്സ് ഓൺ പ്രോപ്പർട്ടി ഈസ് ഓഫ് റിഗ്രസീവ് നേച്ചർ, കോസിങ് മോർ ബർഡൻ ഓൺ ദ സ്മോൾ പ്രോപ്പർട്ടി ഹോൾഡർ ദാൻ ബിഗർ ഹൗസസ്. അപ്പോൾ പ്രോപ്പർട്ടീൻ്റെ മുകളിൽ നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത് റിഗ്രസീവ് ടാക്സേഷൻ ആയിരിക്കും. അത് സ്മോൾ ഇൻകം ഗ്രൂപ്പിന് കൂടുതൽ ടാക്സ് ബർഡൻ ഉണ്ടാക്കുന്നു. ഇനി സെക്കൻഡ് ക്രിറ്റിസിസം, ദർ ഈസ് എ ലാക്ക് ഓഫ് യൂണിഫോം ക്രൈറ്റീരിയ ഫോർ ദ അസസ്മെൻറ്റ് ഓഫ് ടാക്സ് ഓൺ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിലെ ഡിഫറെൻറ്റ് സെക്ഷൻസിന് ടാക്സ് അസസ് ചെയ്യാനുള്ളതിന് ഒരു യൂണിഫോം ക്രൈറ്റീരിയ ഒബ്ജക്റ്റീവ് അപ്രോച്ചിൽ ഇല്ല എന്നാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, പീപ്പിൾ ആർ നോട്ട് cooperating as they conceal their income and property in order to escape ടാക്സ് ബർഡൻ. അപ്പോൾ ടാക്സ് ബർഡനിൽ നിന്നും എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും അവരുടെ പ്രോപ്പർട്ടീൻ്റെയും ഇൻകത്തിൻ്റെയും കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നുമല്ല കൊടുക്കുന്നതെന്ന് പറയുന്നത്. ഈ ഒരു പാർട്ടിൽ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാക്സേഷനിൽ ഇക്വിറ്റി കൊണ്ടുവരാനുള്ളതാണ്. അപ്പോൾ ബെനിഫിറ്റ് പ്രിൻസിപ്പിൾ നമ്മൾ ബെനിഫിറ്റിന് ഈക്വലായിട്ട് ടാക്സ് പേ ചെയ്യുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതായത് നമ്മൾ അവിടെ എക്സ്പെൻഡിച്ചറും കൂടി മീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ബെനിഫിറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു ടാക്സ് പോളിസി മാത്രമല്ല, ഒരു ടാക്സ് എക്സ്പെൻഡിച്ചർ പോളിസി കൂടിയാണെന്നാണ് പറയുന്നത്. എന്നാൽ എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ നമ്മൾ എക്സ്പെൻഡിച്ചർ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് പേയിങ് എബിലിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ എബിലിറ്റിക്ക് അനുസരിച്ച് ടാക്സ് പേ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എക്കണോമിസ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ
ഈ എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ അല്ല. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്സും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.